ആസാദി എന്ത് ആസാദിയാണ്? വി ഡോണ്ട് ഡിസേർവ് എ പ്രൈം മിനിസ്റ്റർ ലൈക്ക്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ രാജേ, സമരത്തിന് ഒരു തീരുമാനമായി അല്ലേ? അതെ, മോദി ഗവൺമെന്റ് മുട്ടുകുത്തിയോ? മോദി ഗവൺമെന്റ് മുട്ടുകുത്തിയോ? ഓക്കെ, അതൊരു വിഷയം. പക്ഷെ എനിക്ക് പറയാനുള്ളതല്ല. വി ഡോണ്ട് ഡിസേർവ് എ പ്രൈം മിനിസ്റ്റർ ലൈക്ക് നരേന്ദ്രമോദി. മനസ്സിലാ? വി ഇന്ത്യൻസ് ഡോണ്ട് ഡിസേർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാർക്ക് അങ്ങനെ ഒരു പ്രൈം മിനിസ്റ്ററെ അറിയിക്കുന്നില്ല എന്ന് ഞാൻ പറയും. എന്നുവെച്ചാൽ പുള്ളി അങ്ങനെ ഒരു 24 hours നമ്മുടെ രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു പ്രൈം മിനിസ്റ്റർ നമുക്ക് ഇതുവരെയായിട്ട് കിട്ടിയിട്ടുണ്ടോ? കുറച്ചൊക്കെ നമുക്ക് ലാൽ ബഹദൂർ ശാസ്ത്രിയെ പറ്റി പറയായിരിക്കും. ബട്ട് സ്റ്റിൽ ഇപ്പോഴത്തെ ഒരു കാലത്ത് ഇങ്ങനെ ഒരു പ്രൈം മിനിസ്റ്ററെ കിട്ടാനായിട്ട് വേറെ രാജ്യങ്ങൾ കൊതിക്കും. 24 hours, ഒരു ദിവസം പോലും ലീവ് എടുക്കാണ്ട് അയാൾ വീട്ടിലത്തെ കാര്യം ഒന്നുമല്ല ചെയ്യുന്നത്. ഈ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യയെ എങ്ങനെയെങ്കിലും പൊക്കിക്കൊണ്ട് വരണം. മനസ്സിലായില്ലേ? ഈ കോൺഗ്രസ് ദുഷിച്ച ഭരണം കാരണം 10-50-60 വർഷം കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഇന്ത്യ ഒന്ന് പൊക്കിക്കൊണ്ട് വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പുള്ളി പല കാര്യങ്ങളും ചെയ്തു. അല്ല, പുള്ളിക്ക് വീട്ടിൽ പോയിട്ട് സുഖമായിട്ട് ബാക്കിയുള്ള പ്രൈം മിനിസ്റ്റർ രാഹുൽ ഗാന്ധി പോകുന്ന കണക്ക് ട്രിപ്പ് പോവുക, അല്ലെങ്കിൽ എന്താ പറയുക, മുങ്ങി നടക്കുകയോ ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല. അങ്ങേരുടെ ഫുൾ ടൈം ഇന്ത്യ ഫസ്റ്റ്, ഇന്ത്യ എങ്ങനെയെങ്കിലും ഒരു ലോകത്തിലെ ഒരു എണ്ണപ്പെട്ട അല്ലെങ്കിൽ ഫസ്റ്റോ സെക്കൻഡ് പൊസിഷനിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു പ്രൈം മിനിസ്റ്ററാണ് നരേന്ദ്രമോദി. അങ്ങേരെ പറ്റിയിട്ട് എന്തൊക്കെ അനാവശ്യ കാര്യങ്ങളാണ് ഈ പാർട്ടി സമരത്തിൽ. വീട്ടിലിരിക്കുന്ന ആൾക്കാർ, അതെ, വീട്ടിലിരിക്കുന്ന അങ്ങേരുടെ അച്ഛനും അമ്മയെ പറ്റി ഇവർക്ക് ഇതാണ് ഇന്ത്യക്കാർ തിരിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, നീറ്റ് സമരം നടന്നു, അതിൽ നീറ്റിൽ പ്രശ്നങ്ങൾ നടന്നു, അതൊക്കെ നമുക്ക് നമ്മുടെ പ്രതിഷേധം അറിയിക്കാം ഗവൺമെന്റിന്. അത് നടക്കാൻ പാടില്ലായിരുന്നു. അത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ഓക്കെ, അത് ശരി, അതും ആയിക്കോട്ടെ. പക്ഷെ അതിന് ഇങ്ങനെയാണോ പ്രൊട്ടസ്റ്റ് നടത്തേണ്ടത്? എന്തൊക്കെയാണ് അതൊരു പിന്നെ എന്ത് ആസാദിയാണ് ഇത് നിങ്ങൾക്കൊക്കെ വേണ്ടിയത്? അതെ, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സാധനം വന്നിട്ടുണ്ട്. ഇവനെയൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ അടിയിലൊക്കെ കൊണ്ടിടണം. അപ്പൊ ഇവനൊക്കെ പഠിക്കും. മനസ്സിലായോ? ഈ ഇന്ത്യയുടെ ഡെമോക്രസി ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്ന കാരണം എന്തും ചെയ്യാന്നോ. ഞാൻ പറഞ്ഞാൽ ഈ BJP ഗവൺമെന്റ് അല്ലെങ്കിൽ അവർക്ക് കുറച്ചെങ്കിലും ഒരു എന്താ പറയാ, ഈ നന്മ ബാക്കിയുള്ള കാരണമാണ് ഇതുങ്ങളൊക്കെ ഇപ്പോഴും ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. ഇവര് പറയണത് എന്താ അറിയോ? ഡെമോക്രസി വൺ അല്ലെങ്കിൽ വേറെ വല്ല ചൈന വല്ലാണെങ്കിൽ ഇതിന്റെ പുറത്തോടൊക്കെ ടാങ്ക് കയറ്റിയാണ്. മനസ്സിലായോ? എവിടെയായാലും ഇറാൻ നിങ്ങൾ കണ്ടല്ലേ, 10-40,000 പേരെ ഒറ്റയടിക്ക് വെടിവെച്ചും കൊന്നില്ലേ? ഇപ്പൊ നരേന്ദ്രമോദി കുറ്റപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ BJP ഗവൺമെന്റിനെ കുറ്റപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. ഈ സമരത്തിൽ നമ്മൾ അടിയറവ് പറഞ്ഞു. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ എന്താണ്? 2 ഓപ്ഷനാണ്. ഒന്ന് ഇതിനെ അടിച്ചങ്ങ് അമർത്താം. മനസ്സിലായി? അതാണ് ഈ നടക്കുന്ന ഈ ശക്തികൾക്കും വേണ്ടി അത് തന്നെയാണ്. നമ്മൾ അടിച്ചമർത്തണം, കുറെ ആൾക്കാർ അതിൽ കൊല്ലപ്പെടാം, അല്ലെ അവർ തന്നെ കൊന്നോളും. എന്നിട്ട് അതിന് അഗേൻസ്റ്റ് ഒരു റിവോൾട്ട്, ബംഗ്ലാദേശ് അല്ലെങ്കിൽ നേപ്പാൾ കണക്ക് റിവോൾട്ട് ഉണ്ടാക്കുക. അതെ നമ്മുടെ ഈ പറയുന്ന ആൾക്കാരുടെ തലയിലൊക്കെ ഇതൊന്നും ഇല്ലല്ലോ. ഇവർക്ക് എങ്ങനെയെങ്കിലും ഈ മതം തലയ്ക്ക് പിടിച്ചിട്ടുണ്ടല്ലോ, എങ്ങനെയെങ്കിലും മോദി ഇറക്കി വിടുക. മതം തലയ്ക്ക് പിടിച്ചിട്ട് മാത്രമല്ല കേട്ടോ, ബിക്കോസ് നമ്മൾ അങ്ങനെ ഒരു മതത്തിന്റെ കാര്യം മാത്രം പറയാൻ പറ്റില്ല. ബിക്കോസ് എല്ലാ സെക്ടറിലുള്ള ജൻസി ആൾക്കാരാണ് ഓരോന്ന് ഇങ്ങനെയൊക്കെ ഓരോ കാട്ടിക്കൂട്ടുന്നത്. ഏറ്റവും സങ്കടകരമായ കാര്യം അതാണ്. ഈ നമ്മുടെ ശക്തിയായ യൂത്ത് അവര് ചെയ്യണ കാര്യങ്ങളെ അതിലെന്താ പ്രശ്നം അറിയാം? യൂത്തിന്റെ പ്രശ്നം വെച്ചാൽ ദേ ആർ ഇൽ ഇൻഫോംഡ് ആണ്. ഇവർക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും ഒരു ധാരണയില്ല. നീറ്റ് എക്സാം എന്താന്ന് ഇതിനെ ഒരു ധാരണ ഇല്ലാത്ത കുറെ കൂട്ടങ്ങളാണ് യൂത്ത് എന്ന് പറയും. യൂത്തൊക്കെ ശരിയാണ്, പക്ഷെ ഇവർക്ക് എന്താണ് ഈ ലോകത്ത് നടക്കുന്നത്, എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്, ഇതിനെ പറ്റിയിട്ട് ഒരു ഇതുമില്ല. ഇവരെങ്ങനെ ഇവരുടെ പ്രായമാണ് ഇല്ലാന്ന് ഞാൻ പറയുന്നത്, ഇവരെ തിരിച്ചുവിടാൻ പറ്റും. അതാണല്ലോ ഈ പിന്നിലുള്ള ശക്തികളും ചെയ്യുന്നത്, ഇവരെ തിരിച്ചുവിടുക. മനസ്സിലായില്ലേ? തിരിച്ചുവിട്ടു, പക്ഷെ തിരിച്ചുവിട്ടപ്പോഴും പ്രൊട്ടസ്റ്റ് ചെയ്യട്ടെ, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറയാം. ബട്ട് അത് പറയേണ്ട രീതികളുണ്ട്. ആൻഡ് എന്തൊക്കെ വൾഗാരിറ്റീസ് ആണ് അവര് റോഡിൽ ഓരോന്നൊക്കെ കാണിക്കണേ. ഇവരുടെ നമ്മുടെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ആണ്, ഇലക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അതെ, അല്ല അയാൾ സ്വന്തമായിട്ട് കസേര കയറി ഇരിക്കുന്നൊന്നുമല്ല. മനസ്സിലായില്ലേ? അയാളെ ഡെമോക്രസി ത്രൂ ഇലക്റ്റഡ് ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ആണത്. നാണമുണ്ട് ഈ നാട്ടുകാർ, ഇന്ത്യക്കാരെന്ന് പറഞ്ഞ് നടക്കാനായിട്ട്? കഷ്ടമാണ്. ഞാൻ പറഞ്ഞൊരു പോയിന്റിലേക്ക് വരാം. മോദി ഗവൺമെന്റ് ഒന്നിത് അടിച്ചമർത്താം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ രമ്യമായി പരിഹരിക്കാം. പക്ഷേ എന്തുകൊണ്ടത് ചെയ്തു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു കലാപം ഇവിടെ ഉണ്ടാക്കേണ്ട, ഇതിന് പിന്നിലുള്ള ശക്തികൾ ആരൊക്കെയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ ഇങ്ങനെ തീരുമാനം എടുത്താണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്ത്യയുടെ മുമ്പിലുള്ള പല വലിയ വിഷയങ്ങളുണ്ട് ഇന്ത്യയുടെ മുമ്പിൽ. മനസ്സിലായില്ലേ? FCRA ബില്ല് കൊണ്ട്, ഒറ്റൊരു ബില്ല് കൊണ്ട് ഇതിന്റെ പുറകെ ഈ സമരത്തിനെ പിന്തുണച്ച് എത്ര പേരുണ്ടെന്ന് അറിയാമോ?
സമയത്താണല്ലോ വന്നത്. അത് FCRA ബില്ല് വന്നു കഴിഞ്ഞാൽ പലർക്കും പണി കിട്ടും, പലർക്കും പുറത്തുനിന്നുള്ള പൈസ നിൽക്കും. അതുകൊണ്ട് ഈ സമരത്തിൽ എങ്ങനെയെങ്കിലും മോദി ഉരുട്ട് താഴാൻ പറ്റും. ഇങ്ങനെയുള്ള ചിന്തകളുമായിട്ട് ഇറങ്ങിക്കൂടിയ കുറെ കൂട്ടങ്ങളാണ് ഈ രാജ്യത്തിനെ നശിപ്പിക്കുന്നത്. അവരാണ് ഈ സമരത്തിന് എന്താ പറയുക പിന്തുണയുമായിട്ട് മുമ്പോട്ട് വന്നത്. അല്ല, ഞാനിപ്പോൾ ഈ പാറ്റ സമരമെന്നോ എലി സമരമെന്നോ അല്ലെങ്കിൽ അവരുടെ കോസിനെ ഒന്നും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അപ്പോൾ ഗവൺമെൻറ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉചിതമായ കാര്യമാണ്. ഇതിനെ ഒന്ന് മെലോ ഡൗൺ ചെയ്തു, മനസ്സിലായി. അടിച്ചമർത്താനാണ്, പക്ഷെ അവർ ചെയ്തില്ല. അവരൊന്ന് മെലോ ഡൗൺ, അതെ, ഒന്ന് മെലോ ഡൗൺ ചെയ്തു. അവരുടെ ആഗ്രഹമായിരുന്നു പ്രധാനം മാറ്റണം എന്നുള്ളത്. ഓക്കെ, അയാൾ മാറിയിട്ട് എന്ത് കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷേ ഓക്കെ, ആളെ മാറ്റി ഒന്ന് മെലോ ഡൗൺ ചെയ്തു. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഫ്രണ്ടിലുള്ള വിഷയങ്ങൾ, ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഈ നിങ്ങൾ പറയുന്ന കണക്കാണ്, ഇപ്പോൾ ഇറാൻ വാർ നടക്കുന്നു, നമുക്ക് ഗ്യാസ് സാധനങ്ങളൊക്കെ വേണം, പിന്നെ ഒരു ഇഷ്ടംപോലെ വിഷയങ്ങൾ കിടക്കുകയാണ്, മനസ്സിലായില്ല. അതിനൊന്നും ഫോക്കസ് ചെയ്യാൻ ആരുമില്ല. എന്താ ഈ ശരിക്കും BJP സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും അവരുടെ മനസ്സിൽ വരെ ഇത് വന്നു, ഇത് ഇങ്ങനാണോ, സെക്കൻഡ് തോട്ട് വന്നു. ഇവർ ആലോചിക്കുന്നില്ല എന്താണ് അവിടെ ആ മറ്റേ എന്താ പറയുക ഡൽഹിയിൽ കാട്ടിക്കൂട്ടി എന്തൊക്കെയാണ്. പല വ്ളോഗേഴ്സ് എന്താ കാട്ടിക്കൂട്ടിയത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ, എന്തിനെങ്കിലും ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് അന്ന് ആലോചിക്കുക, രണ്ട് സൈഡും ആലോചിക്കുക, മനസ്സിലായില്ലേ. അത് കണക്ക് തന്നെ എനിക്ക് BJPയോടും ഈ ഭരിക്കുന്ന മോദിജിയോടും മാത്രമല്ല ഭരിക്കുന്ന ഗവൺമെൻറ്റിനോടും പറയാനുള്ളത്, നേരത്തെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ മാറ്റണം. കമ്മ്യൂണിക്കേഷൻ മാറ്റം വെച്ചാൽ നമ്മുടെ അതെ, അത് മാത്രമല്ല, റേഡിയോയിൽ മൻ കി ബാത്ത് ഒരു പ്രോഗ്രാം പ്രൈം മിനിസ്റ്റർ നടത്തുന്നുണ്ടായിരുന്നു. അത് പല ആൾക്കാരും കേൾക്കുന്നുണ്ട്. പക്ഷെ യൂത്തിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ നമ്മൾ അന്ന് മോദി ചെയ്ത കണക്കാണ്, യു വിൽ ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ത്രൂ ദെയർ മീഡിയം, എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമോ സോഷ്യൽ മീഡിയ ഇതവേ. അപ്പം ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ റീച്ച് ഭയങ്കരമാണ്, മനസ്സിലായി. പെട്ടെന്ന് ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലും. വാട്ട് ഹി ഡിഡ് വാസ് റൈറ്റ്. കുറച്ച് താമസിച്ചു പോയി, അത് വേറെ കാര്യം. ബട്ട് വാട്ട് ഹി ഡിഡ് വാസ് റൈറ്റ്. ഇനിയും ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി സംസാരിക്കുക. എപ്പോഴും പ്രൈം മിനിസ്റ്റർക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് പറയുന്നില്ല ഞാൻ. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വിഷയം വരുമ്പം ഇതിങ്ങനെ വെച്ച് നീട്ടാണ്ട് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ടു പീപ്പിൾ സോ ദാറ്റ് അതേഴ്സ് വിൽ അണ്ടർസ്റ്റാൻഡ്. മനസ്സിലാക്കുന്ന ആൾക്കാർ മനസ്സിലാക്കും. ഇല്ലാത്ത ഇങ്ങനത്തെ എന്താ പറയുക ഇങ്ങനത്തെ രണ്ടും കെട്ട ആൾക്കാർ പലതും പറഞ്ഞുകൊണ്ട് കിടക്കും. ഇനിയിപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട്, ഇനിയും ഞങ്ങൾക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാനുണ്ട്. ഇവനൊന്നും മനസ്സിലാക്കുന്നില്ല. ഇവനൊക്കെ എന്ത് നേടുമെന്ന് പറയുന്നത്. ഇവന് ഓക്കെ മോദിയെ പിടിച്ച് താഴെ ഇട്ടു, എന്നിട്ട് പിന്നെ ആരവിടെ കയറിയിരിക്കും? രാഹുൽ ഗാന്ധിയാണ്. അയാൾ 3-4 മാസമായിട്ട് എവിടെ പോയെന്ന് ആർക്കും അറിഞ്ഞൂടായിരുന്നു, കോൺഗ്രസ് ആർക്കും അറിഞ്ഞൂടായിരുന്നു. ഇപ്പം ആണ്ട് മോദി താഴെ വീഴുമെന്ന് പറഞ്ഞപ്പോൾ ഓടി വണ്ടിയും വെള്ളവും പിടിച്ച് വന്നതാണ്. മോദി താഴെ വീഴുമ്പോൾ എനിക്ക് പ്രൈം മിനിസ്റ്റർ ആവാലോ എന്ന് വെച്ചിട്ടുണ്ട്. എന്താ ഒരു കാര്യം നന്നായി കേട്ടോ, അങ്ങേർക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് അങ്ങേരുടെ മുഖത്ത് ആ ഒരു ഇന്നലത്തെ ഞാനൊരു മീഡിയ ബ്രീഫിങ്ങിൽ അങ്ങനെ കണ്ടു. മീഡിയ ബ്രീഫിംഗ് അല്ല, ഒരു പത്രക്കാരി വെച്ചപ്പോൾ അയാളുടെ മുഖത്ത് സന്തോഷമില്ല. എന്ന് വെച്ചാൽ അയാൾ വിചാരിച്ചിട്ടല്ല ഈ സമരം തീർന്നത്. അയാളല്ല ഈ കോസ്റ്റ് ഇത് കിട്ടിയതൊക്കെ, ഇതിന്റെ എന്താ പറയുക, ഇതിന്റെ ബെനിഫിറ്റ്സ് കിട്ടിയൊക്കെ CJPക്കാണ്. നമ്മുടെ സ്ട്രെങ്ത് ആയിട്ടുള്ള യൂത്ത് വളരെ കറക്റ്റ് ആയിട്ട് തന്നെയാണ് അവര് നേരിട്ടത്. അതൊരു വിൻ തന്നെയാണ്, ഇല്ലാന്ന് പറയണില്ല. പക്ഷെ ആ അതൊന്നും കുഴപ്പമില്ല. അത് നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യണം. നമ്മളിപ്പോ ഇപ്പൊ ഗവൺമെന്റ് ഒരു സാഹചര്യം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യണം. അതാണ് ഡെമോക്രസി. പക്ഷെ അത് ചെയ്യുന്ന രീതി മനസ്സിലായില്ലേ. ഈ ഇന്ത്യ എമ്പാടും ഉള്ള ഒരു പ്രൊപ്പഗാൻഡ അഴിച്ചു വിട്ട് അതിനെ നിങ്ങൾ മനസ്സിലാക്കാത്ത കാര്യം, പുറം രാജ്യങ്ങൾ നോക്കിയിരിക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ ഗവൺമെന്റിനെ വലിച്ച് താഴിട്ടിട്ട് അവർക്ക് വേണ്ടിയ ഗവൺമെന്റ് അവിടെ പ്രതിഷ്ഠിക്കുക. എന്തിനാണ്? പുറത്തുനിന്നുള്ള ഫണ്ടുകൾ കൊണ്ടുവരിക, ആ അനാവശ്യ കാര്യങ്ങൾ മൊത്തം ഇന്ത്യയിൽ കൊണ്ട് ചെയ്യിപ്പിക്കുക. എങ്ങനെയായിരുന്നു ഇന്ത്യ? അതെ, ഈ പറയുന്ന ജെൻസി ആൾക്കാരോട് അവരുടെ പേരൻസ് പറയണം. അല്ല, ഈ ഒരു ഞാൻ വേറെ കാര്യം ചോദിക്കും, 15 വർഷം ആ BJP ഗവൺമെന്റ് മോദിജിയുടെ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? അങ്ങനത്തെ ഒരു 15 വർഷം മുമ്പോൾ ഇന്ത്യയാണ് ഇപ്പോൾ കാണുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു വേൾഡ് ഫോറമിൽ ചെന്ന് കഴിഞ്ഞാൽ തല ഉയർത്തി നിൽക്കാൻ പറ്റുമായിരുന്നു പണ്ട്. ഇപ്പോൾ പറയും മറ്റേ ബക്രാനങ്കൽ ഡാം ഉണ്ടാക്കി ഞങ്ങൾ ഇന്നാളെ പിഷാരടിയുടെ ഒരെണ്ണം കണ്ടിയാൻ. എന്താണ് മറ്റേ രമേശ് പിഷാരടിയുടെ മൊബൈൽ ഫോണിൽ ഇന്ത്യയാണ് ഞങ്ങൾ മോദിക്ക് വിട്ടുകൊടുത്തതെന്ന്. 14 വർഷം മുമ്പ് മൊബൈൽ ഫോണുള്ള ഇന്ത്യയുടെ കാര്യമൊക്കെ അദ്ദേഹം വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. കോൺഗ്രസ് ചെയ്ത എന്താ പാപം, ഇന്ത്യയിൽ കോൺഗ്രസ് നശിപ്പിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളത്. ഇന്ത്യ ഇപ്പോഴും ഇങ്ങനെ നിൽക്കാൻ കാര്യം കോൺഗ്രസ് ആണ്. ഒരു 50 വർഷം നശിപ്പിച്ച് കളഞ്ഞു. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മൾ എന്തും പ്രൊട്ടസ്റ്റ് ചെയ്തു, അത് ഡെമോക്രസി പ്രൊട്ടസ്റ്റ് ചെയ്യും. പക്ഷെ പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോഴും കുറച്ചൊരു മാന്യത നിങ്ങൾ കീപ്പ് ചെയ്യണം. മാന്യമായിട്ട് നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യാനും അതെ ഫോറിൻ മീഡിയ എന്താണ് ഇന്ത്യയെ പറ്റി കാണിക്കുന്നത്? അവർക്ക് ഇന്ത്യ നന്നായിട്ട് കാണിക്കണമെന്നില്ല, മനസ്സിലായില്ല. അവർ ഇന്ത്യയുടെ ഏറ്റവും ഭാഗം, പണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ ചേരി പ്രദേശം ലോകത്ത് എല്ലായിടത്തും ചേരി പ്രദേശമുണ്ട്. ഇന്ത്യ എന്ന് പറയുമ്പോൾ ചേരി മാത്രം കാണിക്കും. നമ്മുടെ മീഡിയ അതാണ് കാണിക്കുന്നത്, നമ്മുടെ മലയാളത്തിലെ മീഡിയ.
എന്ത് കച്ചറയാണ് ഇതൊക്കെ മീഡിയകൾ എന്ന് പറഞ്ഞ് നടക്കുന്നത്. അവനൊക്കെ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കാൻ അർഹനല്ല എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. എനിവേയ്സ്, ഇനി നമുക്ക് ഇങ്ങനെ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓർത്ത് വെക്കുക, നിങ്ങൾ ഇങ്ങനെയുള്ള പ്രൊട്ടസ്റ്റുകളൊക്കെ വരുമ്പം ആലോചിച്ചും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ ബാക്കിൽ എന്തൊക്കെ നടക്കുന്നത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.